അങ്ങനെ വീര ധീര സൂറം കണ്ടു. എമ്പുരാൻ്റെ പേർ തൊട്ട് റിലീസായ സിനിമയാണ്. അതുകൊണ്ട് തിയേറ്ററിലൊന്നും അധികം സ്ക്രീനിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ പടത്തിന്. എൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പെട്ടെന്ന് തന്നെ സിനിമ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും എമ്പുരാൻ കളിക്കുന്നതിനെ കൊണ്ട് തിയേറ്റർ കാണാൻ പറ്റിയില്ല. പക്ഷേ OTT കണ്ടപ്പോൾ മോനെ എജ്ജാതി പടം, കിടിലം പടം. അതിൽ വിക്രമിൻ്റെ പെർഫോമൻസ് തന്നെ മതിയായിട്ട് ഈ സിനിമ കണ്ടിരിക്കാൻ വേണ്ടി. എജ്ജാതി പെർഫോമൻസ്, തുടക്കം തൊട്ട് അവസാനം വരെ മൂപ്പര ഒരു പെർഫോമൻസ് ഇങ്ങനെ കണ്ടിരിക്കുക. നല്ല രസമാണ്, അടിപൊളി പടം. പിന്നെ ഈ സിനിമ മൊത്തം ഒരു ഗൺ ഫൈറ്റ് അടിപൊളി പടം അങ്ങനത്തെ ഒന്നല്ല. മാസിന് മാസ് ഉണ്ട്, ക്ലാസ്സിന് ക്ലാസ് ഉണ്ട്. ഫുള്ളി ഡ്രാമാറ്റിക്കലാണ് സിനിമ പോകുന്നത്. ഭയങ്കര റോ ആയിട്ടാണ് സിനിമ കാണിച്ചിട്ടുള്ളത്, റിയലിസ്റ്റിക് ആയിട്ട് പിടിച്ചിട്ടുള്ളത്. മറ്റേ കൊമേഴ്ഷ്യൽ രീതിയിൽ ഒരു സാധനം ഇത് പിടിച്ചിട്ടില്ല. ഫുള്ളി റിയലിസ്റ്റിക് ആണ്. ഒരു ഒറ്റ രാത്രി നടക്കുന്ന കഥ സിനിമ കാണിച്ചു പോകുന്നുണ്ട്. അതിനൊരു 3 മണിക്കൂറോളം ലെങ്ത് ഉണ്ട് ഈ സിനിമയ്ക്ക്. എനിക്ക് ആകെ നെഗറ്റീവായിട്ട് സംഭവം അത്രേ തോന്നിയിട്ടുള്ളൂ. അത് പിടിച്ചു നിട്ടുന്ന പോലെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് അത് കുറച്ചും കൂടി ലെങ്ത് കുറക്കായിരുന്നു തോന്നി. ആ സമയം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു ഇതിൻ്റെ എൻഡിങ്ങും കാര്യങ്ങളെല്ലാം. സോ കിടിലം പടം. പിന്നെ ഈ സിനിമേൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത ഇത് പാർട്ട് 2 ആണ്. അത് വേറെ ഏത് സിനിമയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഇതുവരെ കണ്ടിട്ടില്ല. പാർട്ട് 2 ഇറക്കിയിട്ട് പിന്നെ പാർട്ട് 1 ഇറക്കുന്ന സംഭവം. ഇപ്പോൾ സീക്വൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ പ്രീക്വലായിട്ടെല്ലാം സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ബട്ട് ഇത് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു സിനിമ ഇങ്ങനെ ഇറക്കിയിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സോ അതൊരു കിട്ടുന്ന സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പാർട്ട് 1 ഇനി ഇറക്കിയാൽ കാണാനുള്ളൊരു ആകാംക്ഷ സിനിമ തരുന്നുണ്ടോ ചോദിച്ചാൽ അതില്ല എന്ന് വേണ്ടി പറയുന്നത്. കാരണം പാർട്ട് 1 അതിൻ്റെ അകത്ത് അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാളി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതായത് വിക്രം ചെയ്യുന്ന ക്യാരക്ടർ ആരാണ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ക്യാരക്ടർ ഡെഫിനേഷൻ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സ് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റിലേക്ക് തന്നെ ഫസ്റ്റ് നമ്മൾ ജമ്പ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് കണക്ട് ആക്കുവാണ്. പിന്നെ പടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ കണ്ടിരിക്കാണ്ട് വേറെ രക്ഷയില്ല. ഓരോ സീൻസ്, അടുത്ത ഏത് സീന് വരുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയില്ല ഈ സിനിമ പോകുന്നത്. അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു സീൻ അടുത്ത് എന്താ വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫുള്ളി ഡ്രാമാറ്റിക് രീതിയിൽ ഇങ്ങനെ ഒരു പിടിച്ചിരുന്ന സംഭവം. അതേ കാര്യങ്ങൾ ഞാനൊന്നും പറയുന്നില്ല. ഒരു ക്രിമിനൽസും പോലീസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അതിൻ്റെ അകത്ത് വിക്രമിൻ്റെ ക്യാരക്ടർ ഒന്ന് വരുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങളിലാണ് സിനിമ കാണിച്ചു പോകുന്നത്. ഇതിൻ്റെ അകത്തൊരു 1 ഷോട്ട് പരിപാടിയുണ്ട്. ഒരു ക്ലൈമാക്സ് എത്തുന്നതിന് കുറച്ച് മുമ്പൊക്കെ ഒരു 10-15 മിനിറ്റുള്ള സംഭവം ഉണ്ട് മോനെ. ഒരു രക്ഷയില്ലാത്ത സാധനം അത്. ഒരു 1 ഷോട്ട് പരിപാടി. അതിനകത്ത് സുരാജ് വെഞ്ഞാറമൂട്, SJ സൂര്യ, വിക്രമും ഒരു രക്ഷയില്ല. ഇവർ 3 പേര് പെർഫോമൻസ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ആ പെർഫോമൻസ് മാത്രം മതി ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. SJ സൂര്യൊക്കെ പക്കയായിട്ട് നല്ല വൃത്തിക്ക് അഭിനയിച്ച് പോയിട്ടുണ്ട്. ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട്. ഇപ്പം നമ്മളെ മുമ്പത്തെ സിനിമയെല്ലാം കണ്ടിട്ടുണ്ടാവും SJ സൂര്യൻ്റെ ഒക്കെ. അതേപോലെ ഒന്നും അഭിനയിച്ചിട്ടില്ല. നല്ല സട്ടിലായിട്ട് തന്നെ മൂവർ അഭിനയിച്ച് പോയിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ മേക്ക് ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെള്ളത്താടിയിൽ വെച്ചിട്ടുള്ള പിന്നെ കിടിലം പെർഫോമൻസ് ഒരു രക്ഷയില്ല. മൂപ്പർക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. SJ സൂര്യ, വിക്രം, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, ഇവരെ 3 പേര് ഇൻ്റർലിങ്ക് ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ല രസമാണ് പടം കാണാൻ വേണ്ടിയിട്ട്. മൊത്തം ഒരു മാസ് മസാല അങ്ങനെ സാധനം വിചാരിച്ച് ഒരിക്കലും സിനിമ കാണരുത്. ഒരു ഡ്രാമാറ്റിക് മൂഡിലാണ് സിനിമ പോകുന്നത്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ സീനി, അതിന് കൊടുത്ത BGM ഒരു രക്ഷയില്ലാത്ത. ഇതിനകത്തുള്ള BGM എന്ന് പറയുമ്പോൾ എപ്പോഴും ഇട്ടിട്ട് അലക്കലല്ല. ഇടയ്ക്ക് ഒരു ഹൈ മൂവ്മെൻറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് കൃത്യം ആ ഒരു BGM കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ഒരു രക്ഷയില്ലാത്ത രോമാഞ്ചമിൻ്റെ സീക്വൻസ്. പിന്നെ വിക്രം ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ സാധനങ്ങളിലും ഉണ്ട് കേട്ടോ, അതൊന്നും പറയുന്നില്ല. അത് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന സാധനമായിരുന്നു. ആൻഡ് മൂപ്പരൊരു ഇൻട്രോ ഉണ്ട്. ഒരു റോട്ടുമ്പോൾ കൂടെ യൂട്ടർ അടിച്ചിട്ട് വരുന്നൊരു ഇൻട്രോ ഉണ്ട്. അതിനകത്ത് ഫോൺ വിളിച്ചിട്ട് ഫോൺ കറക്റ്റ് അങ്ങനെ തന്നെ പോക്കറ്റിലേക്ക് വീഴുന്നൊരു സംഭവമുണ്ട്. അത് സ്പോയിലർ, അതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ കണ്ട് ആസ്വദിക്കും. അത് ഇങ്ങനത്തെ ഒരു സാധനം വേറെ സിനിമയെല്ലാം കണ്ടിട്ടില്ല. ഒരു കിടിലൻ ഇൻട്രോ ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പറ്റും. മൂപ്പര് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ആൻഡ് മൂപ്പരെ പെർഫോമൻസിന് മാറ്റിയിട്ട് ഈ സിനിമ മൊത്തം കണ്ടിരിക്കാൻ പറ്റിയിട്ട് വേറെ ഒന്നും വേണ്ട. ആൻഡ് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല എന്നൊരു വിഷമമുണ്ട്. ആ സമയത്ത് എമ്പുരാൻ ഇറങ്ങിയാൽ തന്നെ കുറേ സ്ഥലത്ത് ഇതിൻ്റെ സ്ക്രീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പടം മൊത്തത്തിൽ ഒരു കിടിലം പടം. ഒരു നല്ല കിടിലൻ സ്ക്രിപ്റ്റുള്ള നല്ല കിടിലൻ ത്രില്ലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലോണം നമ്മളിങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. തുടക്കോട്ട് അവസാനം വരെ എന്നെ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. കണ്ടിട്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി പടമാണ്.